നമസ്കാരം. സുഖായിരിക്കണോ മക്കളെ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പദ്യമാണ് മഞ്ഞുതുള്ളി. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മഞ്ഞുതുള്ളി. ഉള്ളൂർ കേട്ടിട്ടില്ലേ നമ്മൾ? ആരാണ്? മഹാകാവ്യം എഴുതിയ ഉള്ളൂർ. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയ ഉള്ളൂർ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ്. കവിത്രയം, ത്രയം 3. അപ്പൊ ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ പുതിയ, ഇപ്പോഴത്തെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട 3 പേരിൽ ഒരാൾ. ആരാണ് മറ്റു 2 പേർ? വെള്ളത്തോൾ, കുമാരനാശാൻ, ഉള്ളൂർ. ഇങ്ങനെ 3 പേരാണ് കവിത്രയം. ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിക്കാൻ, ഉയർന്ന ചിന്താഗതിയിലേക്ക് നയിക്കാൻ ഇവരുടെ കവിതകൾ പ്രചോദനമായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ആധുനിക കവിത്രയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഉള്ളൂർ എഴുതിയ മഞ്ഞുതുള്ളി എന്നുള്ള ഒരു കവിതയാണ് നാം പഠിക്കാൻ പോകുന്നത്. ഉള്ളൂരിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? തീർച്ചയായും. മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാൾ. 1877 ജനനം, 1949 മരണം. ബഹുഭാഷാ പണ്ഡിതനും സാഹിത്യ ഗവേഷകനും വാഗ്മിയും ആയിരുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. കൊച്ചി മഹാരാജാവിന്റെ കവിതിലകൻ, അതൊരു ബിരുദമാണ് കേട്ടോ, ബിരുദം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റാവു ബഹദൂർ സ്ഥാനം, കാശി വിദ്യാപീഠത്തിന്റെ സാഹിത്യഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഉമാകേരളമാണ് മഹാകാവ്യം. പിങ്കള, ചിത്രശാല, കർണഭൂഷണം, ഭക്തിദീപിക, ചിത്രോദയം, മിഥ്യാപവാദം, ആർഷഭൂമിയുടെ ആത്മചൈതന്യം, ശരണോപഹാരം, ചൈത്രപ്രഭാവം എന്നീ ഖണ്ഡകാവ്യങ്ങൾ. അരുണോദയം, ദീപാവലി, തപ്തഹൃദയം, കൽപ്പശാഖി, തരംഗിണി, രത്നമാല, താരാഹാരം, കിരണാവലി, അമൃതധാര, ഹൃദയ കൗമുദി, മണിമഞ്ജുഷ എന്നീ കവിതാ സമാഹാരങ്ങൾ. വിജ്ഞാനദീപിക 4 വാല്യങ്ങൾ, ഗദ്യകലിക, വിദൂരഭിക്ഷ എന്നീ ഗദ്യകൃതികൾ. കേരള സാഹിത്യ ചരിത്രം 5 വാല്യങ്ങൾ, ഗവേഷണ ഗ്രന്ഥമാണത്, തുടങ്ങിയവ പ്രധാന സാഹിത്യ സംഭാവനകളാണ്. ഉള്ളൂർ എന്ന് പറയുന്ന വ്യക്തി എത്രയോ സാഹിത്യപരമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത്. പോകല്ലേ പോകല്ലേ ഞങ്ങളെ കൈവിട്ടു നാഗത്തേക്കൻ മഞ്ഞുതുള്ളികളെ, പുല്ലുകളെങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു, കൽമുടി ചൂടിന റാണിമാരായി, സൂനങ്ങൾ നിങ്ങളാലേന്തുന്നു നിർഭരം ആനന്ദ ബാഷ്പവും പുഞ്ചിരിയും, താണവർ തൻ പേരിലിത്രമേലാർദ്രത കാണുവാനെങ്ങുണ്ടു മഞ്ഞിൽ വേറെ, രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ, അത്രമേൽ ശ്വേതങ്ങൾ, അത്രമേൽ ശീതങ്ങൾ, അത്രമേൽ ഭൂതങ്ങൾ നിങ്ങളെല്ലാം, എന്തിത്ര പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്കു വന്യങ്ങളാ കൊല്ലെ കൺമിഴികൾ, നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂലം ഒത്ത
വൈകിയതോർത്തുള്ളിൽ ആദിയുണ്ടേറ്റവും ഇപ്പൊഴുതോ ആഗത ഞങ്ങളായി അർഘ്യങ്ങൾ നിങ്ങളായി ആതിഥേയങ്ങളായി പുല്ലും പൂവും ചൂഴവീ നിങ്ങൾ തൻ സ്വച്ഛമാം മെയ്യൊളി ഏഴു നിറങ്ങളിൽ വീശിടുന്നു ഈ നറുമുത്തുകൾ ഏതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി ഈ മഞ്ചുഭാഷകൾ ഏതൊരു വെൺമങ്ക ഭൂമിക്കു പുത്തനായി കോർത്തു ചാർത്തി കണ്ണിനാലീ നിധി കാണുവോർക്കെന്തിന്നു കിന്നര നാഥൻ തൻ ശുദ്രവിത്തം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഏവർക്കും ചൊല്ലാൻ പറ്റുന്ന ലളിതമായ ഒരു കവിതയാണിത്. മഞ്ഞുതുള്ളി. മഞ്ഞുതുള്ളി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഏവർക്കും ഇഷ്ടമാണ് മഞ്ഞുതുള്ളി, അല്ലെ? രാവിലെ എണീച്ച് പുറത്തോട്ട് നോക്കിയാൽ ഓരോ ഇലകളിലും ആ മഞ്ഞുതുള്ളി കാണാം. എണീച്ച് നോക്കിയിട്ടുണ്ടോ? നോക്കേണ്ടതാണ്. പദ്യം പല ആവർത്തി ഒന്ന് ചൊല്ലി നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ആശയം മനസ്സിലാക്കാം. നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം. ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതുവാൻ പരിശ്രമിക്കുകയും വേണം. നന്ദി.